എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. ഇതുവരെ ചെയ്ത അച്ചാറിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ പച്ചമാങ്ങ കട്ട് ചെയ്ത് ഉപ്പിട്ട് ഉണക്കിയ മാങ്ങ ഉണ്ടല്ലോ, അത് വെച്ചിട്ടുള്ള അച്ചാറാട്ടത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് പോയി നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരട്ടെ. കടുകൊക്കെ പൊട്ടി വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു 3 ടേബിൾ സ്പൂണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും കൂടി ചതച്ചെടുത്തതാണ് കേട്ടോ. 3 ടേബിൾ സ്പൂണ് അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണമെന്ന്. അപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലായിട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അത് ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റണ്ട. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കറിവേപ്പില നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഉണക്കിയ മാങ്ങ കഷ്ണം ഉണ്ടല്ലോ, അത് നല്ല തിളച്ച വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ മാങ്ങ കഷ്ണങ്ങളൊന്ന് സോഫ്റ്റായി കിട്ടാനാണ്. ഉണങ്ങിയ മാങ്ങ കഷ്ണങ്ങളല്ല, അപ്പോൾ അതൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അത് ആ സൈഡിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുള്ളത്. കാണുമ്പോൾ നല്ല ഒരു കളറുണ്ട് അല്ലേ കാശ്മീരി ചില്ലി. ഇത് കടയിൽ നിന്ന് മേടിച്ച കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ. അപ്പോൾ എന്താണെന്നല്ല, നമ്മൾ വീട്ടിൽ പൊടിക്കുമ്പോൾ ഇത്രയ്ക്ക് കളറൊന്നും കിട്ടാറില്ല കേട്ടോ. അപ്പോൾ എന്തായാലും കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂണും നമ്മുടെ സാധാ മുളക് പൊടി 1.5 ടേബിൾ സ്പൂണും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് ഈ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് നല്ല ഒരു മണമൊക്കെ വരും കേട്ടോ. ആ സമയം വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മൾ മാങ്ങ ഉപ്പിട്ട് ഉണക്കിയത് കൊണ്ട് മാങ്ങയിൽ അത്യാവശ്യത്തിന് ഉപ്പ് ഉണ്ടാവും കേട്ടോ. അതിൻ്റെ ബാക്കിയുള്ള ഉപ്പ് മാത്രമേ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റിയില്ല, അതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഉപ്പിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ മാങ്ങ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, ആ മാങ്ങ കഷ്ണങ്ങളൊക്കെ ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് ആ വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 കപ്പ് വിനിഗറും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഉപ്പിട്ട വെള്ളവും വിനിഗറും കൂടി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ അരിപ്പയിലേക്ക് മാറ്റി വെച്ച മാങ്ങ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാട്ടോ മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുള്ളത് ഉമ്മ. അപ്പോൾ അതൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ അച്ചാർ ഇവിടെ ഹസ്ബൻഡിൻ്റെ ഉമ്മ ഉണ്ടാക്കും കേട്ടോ. ഉമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ഉമ്മ ഉള്ള ടൈമിലൊക്കെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിത് മാങ്ങ അച്ചാർ ഇട്ട പാടനൊന്നും കഴിക്കരുത് കേട്ടോ. ഉമ്മ അത് അച്ചാർ ഇട്ട് വെച്ചിട്ട് ഉമ്മ എവിടെയാണ് കൊണ്ടുവയ്ക്കുകയെന്ന് അറിയില്ല കേട്ടോ. പിന്നെ നമ്മൾ കറികളൊന്നും ഇല്ലാതെ ഒരു അച്ചാർ കൂട്ടാൻ പൂതി വരുന്ന ഒരു ടൈം ഉണ്ടാവില്ല. ചില സമയത്തൊക്കെ നമുക്കൊരു അച്ചാർ കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ കാണാം ഉമ്മ ഈ അച്ചാർ എടുത്തുകൊണ്ട് വരണം കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ നല്ല പാകമായിട്ടുണ്ടാവും കേട്ടോ അത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിലേക്ക് ചെറിയ 2 കഷ്ണം ശർക്കരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് നമ്മുടെ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പറഞ്ഞു വന്ന അച്ചാറൊക്കെ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ ഉണ്ടാക്കുന്ന അച്ചാറിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിക്ക് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ ഇത് അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ എടുത്തു വെക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഉമ്മ ഉണ്ടാക്കുമ്പോൾ തന്നെ ഉമ്മ ഉണ്ടാക്കുന്നതും കാണൂല, ഉമ്മ എടുത്ത് വെക്കുന്നതും കാണില്ല. അച്ചാർ കിട്ടുമ്പോഴാണ് അറിയാം എങ്ങനെ ഒരു അച്ചാർ ഈ വീട്ടിലുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അച്ചാറുണ്ടാക്കി അത് അന്ന് തന്നെ എല്ലാവരും ഇവിടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. എടുത്ത് വെക്കാനൊന്നും ടൈം കിട്ടില്ല. എന്തായാലും നമ്മൾ 2 ദിവസമൊക്കെ ഒന്ന് നമ്മൾ എടുത്ത് വെച്ചിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ആ ടേസ്റ്റ് നല്ല രീതിക്ക് തന്നെ കിട്ടുക. ഇപ്പോൾ ഇവിടെ എടുത്ത് വെക്കാനൊന്നും ടൈം കിട്ടിയില്ലെങ്കിലും അന്ന് തന്നെ കഴിച്ചതാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അച്ചാറിന്. അപ്പോൾ എല്ലാവർക്കും ഈ അച്ചാർ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അച്ചാറൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ പച്ചമാങ്ങൻ്റെ ഒക്കെ കാലമല്ലോ, ഈ സമയത്ത് നമ്മൾ പച്ചമാങ്ങ ഒക്കെ പൂണ്ട് ഉപ്പിട്ട് ഉണക്കി എടുത്ത് വെച്ചിട്ട് ഇതേപോലെ ചെയ്ത് നോക്കിയാൽ നമുക്ക് കറികളൊന്നും ഇല്ലാത്ത ടൈമിൽ ഈ അച്ചാർ മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ.